അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വിഷ്ണുവേട്ടൻ വിഷുവിനുണ്ട്. അതിപ്പോൾ പ്രവാസിയായ എല്ലാ ഭാര്യമാർക്കും മനസ്സിലാവും. ഓണത്തിനുണ്ടായ വിഷുവിനുണ്ടാവില്ല, വിഷുവിനുണ്ടായ ഓണത്തിനുണ്ടാവില്ല. എടുത്ത പൊങ്ങില്ലെങ്കിലും ശരി, ഏട്ടനാണ് സർപ്പക്കാവിലും പ്രകൃതിയും കിണറിനെയും ഒക്കെ കണി കാണിക്കണേന്നുണ്ടെങ്കിൽ ഞാനും പിടിക്കും. ഇതാണ് കുഞ്ഞുവിൻ്റെ, അതായത് പല്ലവിയുടെ സ്ഥിരം പല്ലവി. ഏട്ടൻ എന്തൊക്കെ ചെയ്യണുണ്ടോ അതൊക്കെ എനിക്കും ചെയ്യണം. അവളുള്ളത് കൊണ്ട് തന്നെ കണി കണ്ടതിന് ശേഷം മാലപ്പടക്കത്തിന്റെ ആവശ്യമൊന്നുമില്ല. അവളുടെ ഈ ബഹളം കാരണം എല്ലാവർക്കും മനസ്സിലാവും നമ്മുടെ വീട്ടിലെ കണിയും കണ്ടു കഴിഞ്ഞ് വിഷു കൈനീട്ട ചടങ്ങുമായെന്ന്. കാരണം അവൾക്ക് വേണം ആദ്യം. എല്ലാ പ്രത്യേക ദിവസങ്ങളിലും അമ്മ ഇതുപോലെ എല്ലാവർക്കും കൊടുക്കൂട്ടോ. അത് കണ്ടിട്ട് ഇപ്പൊ കുട്ടികളും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കാൻ തുടങ്ങിട്ടോ. അമ്മയല്ലാതെ ബാക്കി ആര് ചെയ്യണമെങ്കിലും വിഷ്ണുവിന് അത് ഭയങ്കര ക്രിഞ്ചാണ് കേട്ടോ. ചെറുതായിട്ട് ക്രിഞ്ച് ആണെങ്കിൽ കൂടി അത് വല്ലാത്ത സന്തോഷം മനസ്സിന് നൽകുന്നുണ്ട് കേട്ടോ. പ്രകടിപ്പിക്കാണ്ട് ചുമ്മാ ഉള്ളിൽ വെച്ചുകൊണ്ട് നടന്നിട്ട് നമുക്ക് എന്ത് കിട്ടാനാ? പ്രകടിപ്പിച്ച് അറ്റ്ലീസ്റ്റ് ഒരു ചെറിയ പുഞ്ചിരിയെങ്കിലും എല്ലാവർക്കും വരും കേട്ടോ. സാധാരണ വിഷുവിന്റെ ഊണ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാറ്. ഇപ്രാവശ്യം വിഷ്ണുവേട്ടൻ മാത്രമല്ല, വിഷ്ണുവിന്റെ അനിയത്തി ചിന്നുവിന്റെ മനോജേട്ടനും നാട്ടിലുണ്ട്, എൻ്റെ ഏട്ടൻ പ്രേം ചേട്ടനും നാട്ടിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഒരു മാറ്റമുണ്ട്. ഉച്ചക്കലത്തെ ഊണ് എൻ്റെ വീട്ടിൽ നിന്നും, വൈകിട്ടത്തെ ഊണ് ചിന്നു മനോജേട്ടനും വന്നിട്ട് അവിടെ. ഇവിടുത്തെ വിഷുക്കണി നീട്ട ചടങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ഏട്ടൻ്റെ അവിടെ എത്തിയിട്ടു. നല്ല അടിപൊളിയായിട്ടുള്ള വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. ഭാഗ്യത്തിന് കസിൻ ചേട്ടനായ ജയൻ ചേട്ടനും നയന ചേച്ചിയും കുട്ടികളും ചേച്ചിയുടെ അച്ഛനമ്മയും എല്ലാവരും ഇവിടെ തന്നെ ഉള്ളത് കൊണ്ട് വിഷുക്കൈ നീട്ട ചടങ്ങുകൾ ഇവിടെ അവസാനിച്ചു. തിരിച്ചു വീട്ടിലേക്ക് വന്നിട്ടുള്ള സദ്യ ഉണ്ടല്ലാണ്. ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ വിശേഷ ദിവസം മിക്കപ്പോഴും നമുക്ക് അങ്ങോട്ടും ഓട്ടായിരിക്കും. പക്ഷെ നമ്മൾ ഒരിക്കലും ക്ഷീണിക്കാറില്ല എന്ന് മാത്രമല്ല, വളരെയധികം എനർജറ്റിക്കലും അതുപോലെ സന്തോഷത്തിലായിരിക്കും. അതെന്താണെന്നറിയോ? നമ്മുടെ അച്ഛൻ അമ്മ കൂടപ്പറപ്പുകൾ എന്തിനപ്പോ കൂടുതൽ പറയണേ, നമ്മളെ സ്നേഹിക്കുന്നവര്, അവരെ കാണാൻ വേണ്ടി നമ്മൾ എത്ര ഓടിയാലും നമ്മുടെ മനസ്സേ നിറയുള്ളൂ. വീട്ടിലെത്തിയ ഒരു കുളിയൊക്കെ പാസ്സാക്കിയപ്പോഴേക്കും നമ്മുടെ ചിന്നു മനോജേട്ടൻ എത്തിട്ടോ. എൻ്റെ ഇടയിൽ ഒരു കാര്യം പറയാൻ പറ്റും. ഈ നൈറ്റ് ഡ്രസ്സ് അടിപൊളിയാണ് കേട്ടോ. അതായത് എന്നെ പോലെയുള്ളവർക്ക് ബനിയനാവും വേണം, അന്ന് ഇറക്കവും വേണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയതാണ് കേട്ടോ. ഇവിടെ ഉള്ളതൊന്നും പോരാണ്ട് ചിന്നു ചുറ്റം വന്നപ്പോഴും കൊണ്ടുവന്നിട്ടുണ്ട് ഒരുപാട് പടക്കങ്ങളും സാധനങ്ങളും. പിന്നെ ചോദിക്കണ്ടല്ലോ, അപ്പവും കൂടി കേട്ടോ ഇവരുടെ കൂടെ. ഈ പടക്കം പൊട്ടിക്കലിനോട് അത്രയ്ക്ക് വലിയ താല്പര്യമില്ലാത്ത രണ്ട് ടീംസാണ് കേട്ടോ ഇവര്. ഇപ്രാവശ്യം എനിക്ക് മാത്രമാണോ തോന്നിയതെന്ന് അറിയില്ല. പതിവിൽ കൂടുതൽ ഒരുപാട് വെറൈറ്റി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫ്ലാഷ് ലൈറ്റ്, ഡ്രാഗൺ, ലോലിപോപ്പ്, ബട്ടർഫ്ലൈ. പ്രശ്നം എന്താ പ്രശ്നം? ഇവിടെ ഇപ്പോൾ കുട്ടികളും പടക്കം പൊട്ടിക്കലും കമ്പിത്തിരി കത്തിക്കലും ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ഇടുന്നില്ല. യൂട്യൂബേഴ്സിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് സ്ട്രൈക്ക് വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. അങ്ങനെ നമ്മുടെ ഇക്കൊല്ലത്തെ വിഷുവും കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക, ജീവിതം മാക്സിമം എൻജോയ് ചെയ്യാം.